രാവിലെയാണ് സമയം. നമ്മൾ മരം റിസോർട്ടിൽ തന്നെയാണ്. രാത്രി ഇരുട്ടായിരുന്നു. കാര്യം ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും മനോഹരമായ ആംബിയൻസ് ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് ദ റൂമും പകൽ വെളിച്ചത്തിൽ കണ്ടു. നല്ല സ്പേഷ്യസ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ സൈറ്റാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഫുൾ ഗ്ലാസ്, ഒരു പാനൽ വിൻഡോ, അങ്ങനത്തെ ഒരു കാര്യം നോക്കി. നല്ലൊരു ഫ്രെയിമിനകത്ത് നമുക്ക് കാണാം ഇവിടുത്തെ ഒരു വ്യൂ. ഇതാണ് നമ്മുടെ കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. മലനിരകൾ. ഇനി റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക്. എന്ത് രസമല്ലേ നോക്കി. സോ ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ ആംബിയൻസ് നോക്കിയേ, ഫുൾ പച്ചപ്പ് വെളിയിലേക്ക്. അതായത് ആ ഭാഗത്ത് അവിടെ പൂളൊക്കെ അവിടെയാണ്. പിന്നെ എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ തന്നെയാണ്. ഈച്ച് റൂം എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റെപ്സ് കയറി വരുന്നു. ഇതിൻ്റെ മുകളിലൊരു ബാൽക്കണി പോലെയുണ്ട്. ഈ ഒരു ബാൽക്കണി ഏരിയ കൂടാണ്ട് അവിടേക്കും കൂടി പോവാം. നമ്മളുടെ ഓഫ് റോഡ് യാത്രയ്ക്കുള്ള ജീപ്പാണ്. ഇവിടുത്തെ ഒരു മൗണ്ടൻ ടോപ്പിലേക്ക് പോവാണ്, പാറയുടെ ഏറ്റവും മുകളിലേക്ക്. ഇത് നോക്കി ചുറ്റോട് ചുറ്റും മലനിരകൾ തന്നെയാണ്. നല്ല രസമുണ്ട് ഇവിടെ, ഭയങ്കര രസമാണ്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നോക്കിയേ, അതായത് നേച്ചറിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് അവർ ചെയ്തിരിക്കുന്നത്. താഴേന്ന് ഇങ്ങനെ പല ലെവലിലാണ് ഈ ബിൽഡിങ്സ് എല്ലാം ഉള്ളത്. ഇത് ഈ സൈഡിൽ, ആ സൈഡിൽ, പിന്നെ ഇനി മുകളിലേക്ക് പോകും. എല്ലാ ബിൽഡിങ്ങും ഒരുപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചെല്ലപ്പം ചേട്ടൻ രാവിലെ തന്നെ റെഡി. മുള എടുത്തു അല്ലേ? 2 വലിയ മുളയും കൊണ്ട് വരുന്ന നോക്കി. ഇതെനിക്ക് കൊണ്ടുപോകാനായിട്ട് മുറിച്ചുകൊണ്ട് വരുവാണ്. അല്ല പിന്നെ അടിപൊളി. അദ്ദേഹമാണ് നമ്മുടെ ഗൈഡായിട്ട് വരാൻ പോകുന്നത്. ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഇവിടുന്ന്. ഒരു ഏകദേശം കുറച്ച് ദൂരം നടക്കണം, ഒരു അരമണിക്കൂറിനകത്ത് നടക്കണം, 20-25 മിനിറ്റ്സ്. അപ്പോൾ ഒരു വാട്ടർഫാൾസ് എത്തും. ജീപ്പിൽ കയറി പോകാൻ പറ്റുന്ന മറ്റൊരു റൂട്ട്. ഇത് നമ്മൾ കൊണ്ടുപോകണം തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ വെളിയിലത്തെ സിറ്റ് ഔട്ട് ബാൽക്കണിയിൽ വന്ന് കഴിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് രസം അറിയോ, റിലാക്സ് ചെയ്യാം. ഈവനിങ് സൺസെറ്റിന് മുന്നേ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കാം. ഇതിപ്പോൾ രാവിലത്തെ സമയം. ഏർലി മോർണിംഗ് അല്ല കേട്ടോ, ഏർലി മോർണിംഗ് അല്ല, ഇച്ചിരൂടെ കഴിഞ്ഞു. ആകെയുള്ള ശബ്ദം എന്ന് പറയുന്നത് കിളികളുടെയൊക്കെ ശബ്ദം തന്നെയാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് കയറുന്നു. ഇഷ്ടം പോലെ പേരക്ക മരങ്ങളാണ് ചുറ്റോട് ചുറ്റും. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടബ്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്സ്റ്റേഴ്സിൽ കയറി വരുമ്പോൾ കാണുന്നതാണ്. നമുക്കൊരു ഓപ്പൺ എയർ ബാത്ത്. സുഖം. ഇവിടെ വെള്ളത്തിൽ കിടന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഫുൾ നേച്ചർ. ഇറ്റ്സ് എ ബാൽക്കണി ഏരിയ. എന്ത് വ്യൂ ആ ഇവിടെ നോക്കുമ്പോൾ, ബ്യൂട്ടിഫുൾ. ഇതൊരു ഓപ്പൺ ബാൽക്കണി പോലെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ബാത്ടബിൽ കടന്നിട്ട് കാണുന്ന കാഴ്ച ഇതാണ്. പിന്നെ എല്ലാ കോട്ടേജും ഇതേപോലെ തന്നെയാണ്, സെയിം പാറ്റേൺ. പല ലെവലിലാണ്, പല തട്ടിൽ, എല്ലാം പില്ലറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലേ ഔട്ട് മാറ്റാണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അപ്പുറത്തെ കോട്ടേജ്, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ താഴെ ഒരെണ്ണം കണ്ടില്ലേ, ഇങ്ങനെ പാറ്റേൺ ഇസ് സെയിം. ഈ സൈഡിലേക്ക് നോക്കും, ഇവിടെ വരണം, അതിൻ്റെ മുകളിൽ വരണം, ഇങ്ങനെ പോകണു. തട്ട് പോലെ ഇങ്ങനെ ലെവലായിട്ട് ഓൾ കോട്ടേജസ്. എല്ലാവർക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ മുറിയൊക്കെ പൂട്ടി ഇറങ്ങുന്നു. ഇനി ഒരു ഓഫ് റോഡിൽ ഒരു ജീപ്പ് റൈഡാണ്. ഒരു പാറയുടെ മുകളിലേക്ക് ഇങ്ങനെ കുത്തനെയുള്ള കയറ്റമെന്ന് പറഞ്ഞേ, ആ ജീപ്പിലേ പറ്റുള്ളൂ.
അങ്ങനെ നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ വീണ്ടും എത്തുന്നു. പോട്ടെ ജീപ്പൊക്കെ ഇവിടെ റെഡി, പോയാൽ മതി അല്ലേ? ഇതിൽ എത്ര നേരം എടുക്കും? 1 വേ ഓർ 2 വേ? രണ്ടും കൂടി ചേർത്ത് 2 hours തിരിച്ചു വരാം അല്ലേ? ഓക്കെ ഓക്കെ, തിരിച്ചു വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനകത്ത് പോയിട്ട് വരാം. കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങി, എന്നാലും സാരമില്ല, പോവാം. നല്ല രസമുണ്ട് കേട്ടോ ഈ റിസപ്ഷൻ ഏരിയ. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല. ചേട്ടാ, ഇതാരത് രാവിലെ? ഗുഡ് മോർണിംഗ്. ചെല്ലപ്പൻ ചേട്ടൻ്റെ റെഡി. പുള്ളിക്കാരൻ രാവിലെ തന്നെ വന്നു, ഞാനാണ് ലേറ്റായത്. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ആ ബാൽക്കണി വ്യൂ പോലെ തന്നെ റിസപ്ഷൻ ഏരിയയിൽ ഭയങ്കര രസമുള്ള വ്യൂ ആണ്. താഴത്തെ ഫ്ലോറാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. എന്ത് ആംബിയൻസാണ് നോക്കിയാൽ, ടോട്ടലായിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളി ലാൻഡ്സ്കേപ്പ് പ്രോപ്പർട്ടി. ഇങ്ങനെ ഒരു വലിയൊരു വൈഡാണ്, എവിടെ നോക്കിയാലും നല്ല ഓപ്പൺ സ്പേസ്, ഓപ്പൺ ഏരിയ, ബാൽക്കണി. എവിടെ നിന്ന് ഏത് കോട്ടേജിൽ താമസിച്ചാലും നമുക്ക് നല്ല വ്യൂ കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ രാവിലെയും വൈകുന്നേരവുമാണ് ട്രെക്കിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ ഓഫ് റോഡോ നൈറ്റ് സഫാരി, ഇതൊക്കെ പല ടൈമിലും പോസിബിളാണ്. എല്ലാ ഏർപ്പാടും അവർ തന്നെ ചെയ്തുതരും. അങ്ങനെ ജീപ്പിൽ കയറുന്നു, നമ്മുടെ ഓഫ് റോഡ് പരിപാടി. ഓഫ് റോഡ് പരിപാടി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അഖിലെന്ന് പറഞ്ഞൊരു 1.5 ഡ്രൈവറാണ് കേട്ടോ. ഈ ജീപ്പ് പുള്ളിയുടെ കയ്യിൽ എങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവില്ല. രാത്രി ആരെയൊക്കെ കളിക്കാൻ കൊണ്ടുപോയ ആളാണ്. ഇനി ഇങ്ങനെ കയറും അല്ലേ പാറയിൽ? മലയുടെ മേളിൽ 3000 അടിയോ? എൻ്റെ അമ്മേ, 3000. ഓ ശരി. എറണാകുളം ജില്ലയിലെ ഏറ്റവും ഹൈറ്റിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. 3000 feet, അതാണ് ഹൈറ്റ്. അതിലേക്കാണ് ഈ ജീപ്പ് പോകാൻ പോണത്. നമ്മളിപ്പോൾ ഓഫ് റോഡ് ജീപ്പിൽ തകർത്ത് പിടിച്ച് വരുമായിരുന്നു. ഏകദേശം കുറച്ചൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പാറയിലൂടെയാണ് സഞ്ചരിക്കുന്നത് മുകളിലേക്ക്. ചെല്ലപ്പൻ ചേട്ടൻ കൂടെയുണ്ട്. ചേട്ടാ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ഒന്ന് പൊസിഷൻ പറഞ്ഞു. കൊയിനിപ്പാറ. ഓക്കെ, ഇവിടെ നിന്നാൽ ഇനിയും കയറണം കേട്ടോ. പകുതി വഴി ആയിട്ടുള്ളൂ, ഹാഫ് വേ. എന്നിട്ട് ഒരു എന്താ പറയുക, കുറച്ച് തുറന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് വന്നു, ഒരു തുറസായ സ്ഥലം. അതുകൊണ്ട് ഇറങ്ങി ഈ കാണുന്ന മലനിരകളൊക്കെ ഏതാ? ഇത് പെരുവര. ആഹാ, അത് മൊട്ടക്കുറ്റി. ഓഹോ, എല്ലാ പേരും അറിയാം. അതേ നോക്കിയേ, കത്തിപ്പാറ വര. ആ, അവിടെ ആദിവാസികൾ തേനടിക്കാൻ പോകുന്ന വരയാണ്. ഓ അത് ശരി, വെള്ളപ്പാട് കണ്ടോ? ഓക്കെ ഓക്കെ. ഒരു ആദിവാസികൾ കയറ് തൂങ്ങി വള്ളി കെട്ടി അങ്ങനെ തേനടിക്കുന്ന ഭാഗമാണ്. ആഹാ, ഫോറസ്റ്റ് റേഞ്ച്, കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച്, മലയാറ്റൂർ ടു കുട്ടമ്പുഴ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കയറി മുകളിലോട്ട് പോവാണ്. ഇനിയും ഇതുപോലെ ഈ പാറയിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു ഹോം സ്റ്റേസ് ധാരാളമുണ്ട്. പക്ഷെ മഴക്കാലമായിരിക്കും ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ വരാൻ ഏറ്റവും നല്ല സമയം. പിന്നെ നമ്മൾ താമസിക്കുന്ന റിസോർട്ട് കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണത്. ഭയങ്കര കംഫർട്ടബിളായിട്ട് താമസിക്കാം, പ്ലസ് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ടാവുമോ ഇതിനകത്തൊക്കെ? ആനയൊക്കെ ഉണ്ടാവും ഈ പ്രദേശത്തൊക്കെ. ഓക്കെ, ആന വരുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ജീപ്പ് അല്ലാണ്ട് ഒരു രക്ഷയില്ല, ഒരു ഗംഭീര പോക്കായിട്ടാണ്. അഖിൽ തകർത്ത് എന്ന് വെച്ചാൽ റോഡില്ലല്ലോ, നമ്മൾ പാറയിലൂടെ അല്ലേ ഇങ്ങനെ കയറി പോകുന്നത്. ഇനി കുറേ കയറണം അല്ലേ? പകുതി വഴിയല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി ഏർലിയായിട്ട് വരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിൽ താന്ന് നിൽക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സമയം കളയാണ്ട് മേളിലേക്ക് പോകാം.
അങ്ങനെ ടോപ്പ് മോസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഇവിടേക്കാണ് നമ്മൾ വന്നത്. ഇത്രയും ഓഫ് റോഡൊക്കെ താണ്ടി നോക്കിയാൽ ജീപ്പ് ഏത് അറ്റത്താണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. താഴേക്ക് പോയാൽ കൊക്കയാണ്, വലിയ ഗർദം, ഭയങ്കര ഭംഗി. പക്ഷേ നല്ല വെയിലായി. ഞാനിച്ചിരി നേരത്തെ ഇറങ്ങണമായിരുന്നു, ഇച്ചിരി ലേറ്റായി, അതിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് പാറയിലൂടെയെല്ലാം കയറി കൊയിനിപ്പാറയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിൽ വന്നിക്കാണ്. ജീപ്പിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അത് ഇതുപോലെ സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവർ തന്നെ വേണം. പിന്നെന്താ പറയുക, ഇവിടെ അതെല്ലാം കിട്ടും. ഇവിടെ വന്നാൽ മതി. അഖിലിനെ വിളിച്ചാൽ മതിയല്ലോ അല്ലേ ഇവിടെ വരുന്നവർ. അഖിലിൻ്റെ ജീപ്പ് വിളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഓഫ് റോഡായിരുന്നു, കണ്ടല്ലോ. എത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നറിയാമോ. ഇപ്പോൾ ഞാൻ ജീപ്പിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്, പക്ഷേ ഇതൊരു എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊക്കയാണ്, പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളിവിടെ നിർത്തിക്കുക. അതിൻ്റെ എൻഡ് പോർഷനിലാണ് നിൽക്കുന്നത്. കൊയിനിപ്പാറ എന്ന് പറയുമ്പോൾ സീ ലെവലിനെക്കാട്ടിൽ എബവ് 3000 ഫീറ്റാണ്, മോർ ദാൻ 3000 ഫീറ്റ് ഉണ്ടാകും എബവ് സീ ലെവൽ. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും ഹൈറ്റുള്ള മോട്ടറബിളായിട്ട് വാഹനം വന്ന് നിർത്താൻ പറ്റുന്ന ഏറ്റവും പൊക്കമുള്ള ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാമല്ലേ. പക്ഷെ നമ്മൾ ട്രക്ക് ചെയ്തൊന്നുമല്ല കയറിയത് കേട്ടോ, അതാ പറഞ്ഞേ, മോട്ടറബിളായിട്ട് വാഹനം വന്ന് നിർത്താൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനാണ്, ഏറ്റവും പൊക്കമുള്ള എറണാകുളം ജില്ലയിലെ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, കൊയിനിപ്പാറ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മലനിരകൾക്കെല്ലാം പേരുകളുണ്ട്. ചെല്ലപ്പൻ ചേട്ടന് കറക്റ്റ് അറിയാം. ചെല്ലപ്പൻ ചേട്ടാ ഒന്ന് വരാവോ, ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലോ. അപ്പോൾ നമ്മളുടെ ഇവിടെ എത്തിച്ച കൊയിനിപ്പാറയുടെ ടോപ്പിൽ എത്തിച്ച 2 ആൾക്കാരാണ്. ഒന്ന് ചെല്ലപ്പൻ ചേട്ടൻ, ഒന്ന് അഖിലാണ് ഈ വണ്ടിയുടെ സാരഥി. പുത്രൻ എന്നാണ് ഈ ജീപ്പിൻ്റെ പേര്, പുത്രൻ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ പുത്രൻ ആൻഡ് അഖിൽ ഓർക്കുക. പിന്നെ അഖിലിനെ കിട്ടുമെന്നാണ് എനിക്ക് സംശയം. എപ്പോഴും റിസോർട്ടിന് വേണ്ടി ഇങ്ങനെ ഗസ്റ്റുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറയുക. ഈ കാണുന്ന മലനിരകളൊക്കെ ഈ മല ചേലാട് മലയാണ്. ചേലാട്, പുന്നേക്കാട് ചേലാട്. ഓക്കെ. മല അത് നേര്യമംഗലം മല. നേര്യമംഗലം ഭാഗത്താണ് മറ്റേ പാലമൊക്കെ ഉള്ളത് അല്ലേ? പാലം. ഇത് തൊട്ട് താഴ്വശം ആലുവ മൂന്നാർ പഴയ വഴിയാണ് റോഡ്, അടിമാലി റൂട്ട്. ഓക്കെ. ഇതിൻ്റെ താഴെ കൂടെ ഇത് ആനന്ദംകുടി എന്ന് പറയും. ഓക്കെ. ട്രൈബൽ സെറ്റിൽമെന്റ്. ട്രൈബൽ. ഇത് ആടുമുടി. അത് പട്ടിമുടി. ആനിമൽസിന്റെ പേരാണല്ലോ. പട്ടിമുടി, ആടുമുടി, കൊയിനിപ്പാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം സൺസെറ്റ് ഉണ്ടാവും. ഓ അത് ശരി, ക്ലൗഡ് ബെഡ്സ് കാണാമെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ്. പക്ഷേ ഞാൻ മഴയുള്ള സീസണാണെങ്കിൽ, അപ്പോൾ മഴക്കാലമാണ് നല്ലത്. പക്ഷെ അപ്പോൾ ഈ വണ്ടിക്ക് കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ, സ്ലിപ്പ്? എന്നാലും കുഴപ്പമില്ല അല്ലേ, ചെളിയും ഇതൊക്കെ ഉണ്ടെങ്കിലും കയറി വരും. അപ്പോൾ ഇതൊരു ഭയങ്കര സ്പോട്ടാണ് കേട്ടോ കൊയിനിപ്പാറ. ദറ്റ് ഈസ് റെയിനി സീസൺ ആയിരിക്കും കുറച്ചുകൂടി നല്ലൊരു കാലഘട്ടം എന്ന് തോന്നുന്നു ഈ ക്ലൈമറ്റ് വൈസ് വരാനും. ഇവിടുത്തെ ചെറിയ എന്താ പറയുക, ഈ ട്രക്കിങ്ങും മറ്റു കാര്യങ്ങളും അല്ലേ, ഈ അത് വെള്ളച്ചാട്ടങ്ങൾ എല്ലാം, വെള്ളത്തിലിറങ്ങി കുളിക്കുക. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ അവിടെ ആയിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാമിലീസിന് വരാൻ പറ്റിയ സ്ഥലമാണ്, പിന്നെ ലേഡീസിന് വരാൻ പറ്റിയ സ്ഥലം. വേറെ ശല്യങ്ങളും ഇല്ല. ലേഡീസിന് ലേഡി ഗ്രൂപ്പ്സ് ആയിട്ട് വരാൻ വേണമെങ്കിൽ അല്ലേ, സ്ത്രീകളുടെ ഗ്രൂപ്പ്സിന് മാത്രമായിട്ട് വരാം. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് റിസോർട്ടിൽ താമസിക്കാം, ഹോം സ്റ്റേസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ജീപ്പ് എടുത്തിട്ട് ഒരേ കറക്കം കംപ്ലീറ്റ്. പിന്നെ ട്രെക്ക് ചെയ്യുന്ന റൂട്ട്സ് ഉണ്ട്. പിന്നെ വാട്ടർഫോൾസിലേക്കൊക്കെ നടന്നു പോകാം, കുറേ നേരം വെള്ളത്തിൽ. അപ്പോൾ ശരിക്കും ഒരു നല്ല ഒരു എന്താ പറയണ്ടേ, ഒരു ഹോളിഡേ സ്പോട്ടാണെന്ന് തന്നെ പറയാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും, വലിയ അഡ്വഞ്ചർ അല്ലാതെയും നമുക്ക് ഇരിക്കാം. പിന്നെ നല്ല നാടൻ ഭക്ഷണം. ഈ സൈഡിലെ ഭക്ഷണം എന്ന് വെച്ചാൽ പിടിയും കോഴിയും, പിന്നെ ഏഷ്യാഡ് എന്ന് പറഞ്ഞാൽ ഇറച്ചി, കപ്പയും എല്ലും.
ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അതൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, നാടൻ വിഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുമ്പങ്കാച്ചി കുമ്പങ്കാച്ചി നമ്മൾ കണ്ടു കഴിഞ്ഞു മുളയ്ക്കകത്ത് വെച്ച്. അത് ചേട്ടനല്ലേ കാണിച്ചു തന്നു, അതല്ലേ ഇത്ര വലിയ സന്തോഷത്തിൽ അതെ. കുമ്പങ്കാച്ചി ട്രൈബൽ ഫുഡാണിത്, ട്രൈബൽ ആൾക്കാരുടെ ഇഷ്ടപ്പെടുന്നത്. അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ എന്ത് ടേസ്റ്റായിരുന്നു പറയുമ്പോൾ, ഗംഭീരമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വരാൻ പറ്റിയൊരു സ്ഥലം. വൺ ഡേ ടൂറും പറ്റും, രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന രീതിയിൽ ഉണ്ടല്ലേ. പാക്കേജ് ചെയ്യുന്നവരുണ്ടോ? ഓക്കെ, ആണോ, നിങ്ങളും ചെയ്യുന്നുണ്ടോ? ഓക്കെ, വൺ ഡേ പാക്കേജസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോർണിംഗ് വന്നിട്ട് വൈകുന്നേരം പോകുന്ന രീതിയിൽ. പിന്നെ ആനയെ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ, വരുന്ന വഴി പോകുന്ന വഴി. പിന്നെ രാത്രി നമ്മൾ റിസോർട്ടുകാർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരുന്നല്ലോ. നൈറ്റാണ്, രാവിലെ ആണെങ്കിലും നൈറ്റ് സഫാരി, മോർണിംഗ് സഫാരി, എനി ടൈം. പിന്നെ നമ്മൾ ഈ സിറ്റി ലൈഫ്, അതായത് നാഗരിക ജീവിതത്തിൽ നിന്നും ഭയങ്കര തിക്കും തിരക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നമാണല്ലോ, ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂൾസ്, ടെൻഷൻസ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വരാൻ പറ്റിയ സ്ഥലമാണ് കാട്. കാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു റെജുവിനേഷൻ തരുന്ന സ്ഥലമാണ്, പീസ്ഫുള്ളാണ്. ഇവിടുത്തെ പിന്നെ എന്താ പറയുക, കാറ്റിന് പോലും ഒരു ഹെൽത്തി ഫീലാണ്. കാര്യം ഒട്ടും പൊള്യൂട്ടഡ് അല്ലല്ലോ. പിന്നെ ആനിമൽസൊക്കെ കാണുമ്പോൾ അവരൊക്കെ നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ, സേഫാണ്. ആനയെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ത്രില്ലിൽ, സത്യം പറഞ്ഞാൽ ആനയുടെ പുറകെ നടക്കുമ്പോൾ ആനയ്ക്ക് നമ്മളാണ് ശല്യം ചെയ്യുന്നത്. ആന എന്നാൽ പോലും ഒന്നും ചെയ്യാണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറി അങ്ങ് നടന്നു പോകും, ഭയങ്കര പാവമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ എന്നാലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, റിജുവിനേറ്റഡ് ആകുക എന്ന് വെച്ചാൽ നമുക്ക് എനർജി ആയിട്ട് തിരിച്ചു പോകും അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ റിലാക്സ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ആണ്. നമ്മുടെ കൊയിനിപ്പാറയും കണ്ടു. ഇതാണ് ലെമൺ ഗ്രാസ്, പുൽത്തൈലം ഉണ്ടാക്കുന്ന ചെടി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, കുറേയൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. അതിനെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് അതിൻ്റെ ലെമൺ ഗ്രാസിൻ്റെ തണ്ടും ഒക്കെ. ഇതതിൻ്റെ ഇല, ഇതൊക്കെ നല്ല മണം. ചേട്ടാ ഇനി നമ്മൾ തിരിച്ചു പോകുമല്ലേ? ഓക്കെ, വിൽ ഗോ ബാക്ക് അല്ലേ, നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ കൊയിനിപ്പാറയിൽ നിന്നും തിരിച്ച് താഴേക്ക് ഇറങ്ങി, ഒരു മുഴുവൻ ഇറങ്ങിയിട്ടില്ല, ഒരു ഹാഫ് വേ എത്തിയപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് മോസ്റ്റിലിരിക്കുന്ന ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പൊക്കമുള്ള ചായക്കട എന്ന് പറയാം, പൊക്കത്തിലിരിക്കുന്ന കുഞ്ഞു കടയാണ്. ടീ ഷോപ്പ്, പേരെന്താ അറിയോ? എൻ്റെ പേര് ലക്ഷ്മി ടീ ഷോപ്പ്. എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് ചായ, കട്ടൻ ചായ, കുറച്ച് സ്നാക്സോ കോഫി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കാം. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാധനം എന്താ അറിയോ? ഇതാണ് ഇത്രയും കാലം നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കടയിൽ പാക്കറ്റിൽ വാങ്ങണ ഒരു സംഭവമുണ്ട്. ഇത് കൂവയാണ് ആക്ച്വലി. കസ്തൂരി മഞ്ഞൾ ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ നമ്മുടെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതും പക്ഷേ ഇതാണ് നമ്മൾ മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നത് കാര്യം. ഇത് നല്ലതാണ് കേട്ടോ. അതെ, ആഹാ, പ്യുവർ കൂവ. നല്ല ഇതാണ് ശരിക്കും നമുക്ക് ഓർമ്മയുള്ളൊരു കസ്തൂരി മഞ്ഞൾ. കാര്യം അങ്ങനത്തെ ഒരു മണമൊക്കെ ആയിട്ട്. പക്ഷേ ആക്ച്വൽ കസ്തൂരി മഞ്ഞളല്ല ഇത്, അതിന് ഈ കളർ ഉണ്ടാവില്ല. ഇത് നമ്മൾ പണ്ട് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കസ്തൂരി മഞ്ഞൾ പൗഡറില്ലേ, ഇത് ഞാൻ കൊണ്ടുപോകാൻ പോവാം, വരച്ചിടാം. അത് കസ്തൂരി മഞ്ഞൾ ഒറിജിനലിൻ്റെ ലെവൽ വേറെ, ഇത് വേറെ ലെവൽ, രണ്ടിനും ഗുണമുണ്ടാവും, ഡിഫറെൻറ്റ്. ഇത് ഇവിടെ കൃഷിയുണ്ട് തോന്നുന്നു അല്ലേ, ഇവിടെയെല്ലാം ഇത് വാരി കൂട്ടിയിട്ടിരിക്കുന്നു. നോക്കിയേ, ഇത് നോക്കിയേ, ഇതാണ് വെള്ളക്കൂവയുടെ വിത്താന്നാണ് പറഞ്ഞത്. വെള്ളക്കൂവയുണ്ട്, മഞ്ഞക്കൂവയുണ്ട്, രണ്ട് തരം. എന്തായാലും ഇതൊക്കെ ഇവിടെ കൃഷിയുള്ള സാധനങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ്. യെസ്, ക്യൂട്ടായിട്ടിരിക്കുന്നു അല്ലേ ഈ ഒരു കട. ടീ സ്റ്റാൾ, വെട്ട് കേക്ക് ഉണ്ട്, സ്വെട്ട് കേക്ക്, പിന്നെ എന്താ ഉള്ളത്, അത്യാവശ്യമുണ്ട് കാര്യങ്ങൾ.
കിട്ടൂ കം കഴിക്കോ കിട്ടൂ. കിട്ടൂ എന്ന് പറഞ്ഞ പട്ടിയാ കേട്ടോ, ഇവിടുത്തെ ഡോഗാണ്. അവൻ ഇതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ പാവം. അപ്പോൾ കിട്ടുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു വെട്ടുകയൊക്കെ ഫുള്ള്. അങ്ങനെ കൊയിനിപ്പാറയുടെ മുകളിൽ കയറി ഏറ്റവും പൊക്കത്തിലുള്ള ടീ സ്റ്റാളിൽ നിന്നും കട്ടൻ കാപ്പിയും നാടൻ പലഹാരം, വെട്ട് കേക്ക്, എന്താണ് തേങ്ങ ബോൾസ്, ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ഇരിക്കുന്നൊക്കെ തനി നാടൻ കാര്യങ്ങളുണ്ട് കേട്ടോ. തേൻ മുട്ടായി ഉണ്ട്, കപ്പലണ്ടി മുട്ടായി ഉണ്ട്, മലബാർ കേക്ക് എന്നാണ് പറയുന്നത്. ഇതൊരു പലഹാരം. ഇതും വെട്ട് കേക്കിൻ്റെ വേറൊരു ഫോമാണെന്ന് തോന്നുന്നു. ആന്ധ്ര പറഞ്ഞിട്ട് ആന്ധ്രയിലെ കാജ എന്ന് പറഞ്ഞിട്ട് പലഹാരമുണ്ട്. ഏതാണ്ട് അതിൻ്റെ ഒരു റിപ്ലിക്കാണ് അത്. റസ്ക്, പിന്നെന്താ നാരങ്ങ മുട്ടായി, സിഗരറ്റ് മുട്ടായി. സിഗരറ്റ് പക്ഷെ വലിക്കാനല്ല, കടിക്കും. എല്ലാ നാടൻ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. നാരങ്ങ മുട്ടായി ഉണ്ട്, എള്ളുണ്ടയുണ്ട്. ഒരു സന്തോഷം ഇതെല്ലാം കൂടി കാണുമ്പോൾ. പുളിമുട്ടായി ഉണ്ട്. അങ്ങനെ കൊയിനിപ്പാറയുടെ മുകളിൽ ഇരുന്ന് കട്ടൻ കാപ്പി കുടിക്കുന്നതിൻ്റെ ഒരു സുഖം. ആ ഒരു ആംബിയൻസ് ഉള്ളൊരു കുഞ്ഞ് ടീ ഷോപ്പ്. എൻ്റെ പേരായതുകൊണ്ട് കൂടുതൽ സന്തോഷം. ലക്ഷ്മി ടീ ഷോപ്പ്. കൂട്ടിന് ആളുണ്ട് അല്ലേ. കൊയിനിപ്പാറയിൽ നിന്നും താഴേക്ക്. അപ്പോൾ ചായക്കടയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചായ, കോഫി, കട്ടൻ കുടിച്ചു. ഇപ്പോൾ ഈ മാമലക്കണ്ടത്തെ മുനിയറയുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടു പോകേണ്ട ഒരു സ്ഥലമാണ്, ഒരു മസ്റ്റ് സീ പ്ലേസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഈ മുനിയറ കാണാനായിട്ട് ഈ പാറയുടെ മുകളിലേക്ക് വരാറുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ മുറി പോലെയുള്ളൊരു സെറ്റിംഗ് ആണ് കേട്ടോ, വലിയ പൊക്കമൊന്നുമില്ല. ഇതിനകത്ത് കൊണ്ട് ആൾത്താമസമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. 4 സൈഡിലായിട്ട് ഇങ്ങനെ പാറക്കല്ലുകൾ വെച്ചിട്ട്, ഏറ്റവും മുകളിൽ പരന്ന ഒരു പാറ വെച്ചിട്ട്, ഇങ്ങനെ റൂഫൊക്കെ വെച്ചിട്ട് കുഞ്ഞൊരു പ്ലേസാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് താമസിക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇതിപ്പോൾ നോക്കിയാൽ ഇതിനകത്താണെങ്കിൽ ഒരു പൂജാമുറി പോലെ ആക്കിയിരിക്കുക. ഇവിടെ വെച്ച് പൂജയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു മാറ്റമാണ്. ഇതൊരു മെഗാലിത്തിക് മോണുമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ മുനിയറ അഥവാ മുനിമട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. മഹാശിലായുഗത്തിൻ്റെ സ്മാരകങ്ങളാണിത്. പറയാനാണെങ്കിൽ മറയൂർ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. കൂടുതലായിട്ട് ഈ പാറ മുകളിൽ, പാറപ്പുറത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാര്യം ഇത് പാറ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തും ഒക്കെ ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പാറ മുകളിൽ തന്നെയാണ് ഉണ്ടാകാറ്. തൃശ്ശൂർ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളായ കണ്ടനാശ്ശേരി, കാട്ടക്കാമ്പൻ, ഈയാൽ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെയുള്ള മുനിയറകൾ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഫറൂഖിനടുത്ത് ചാത്തമ്പാറയിലും മുനിയറയുണ്ട്. മാമലക്കണ്ടത്തെ ഈ മുനിയറകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ചേര രാജാക്കന്മാരുടെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച കഥകളൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. ചരിത്ര സ്മാരകങ്ങളുടെ ഭാഗമാണല്ലോ ഇതൊക്കെ.
അങ്ങനെ കുറേ കറങ്ങി, ഓഫ് റോഡെല്ലാം കറങ്ങി അടിച്ച് എന്താ പറയണ്ടേ, മുനിയറയിൽ നിന്നും വീണ്ടും കറങ്ങി കാട്ടിൻ്റെ പ്രദേശത്തേക്ക് എത്തി. നമ്മളിത് രാത്രിയെല്ലാം സഞ്ചരിച്ച വഴിയാണ്, ആനയെ കാണാൻ പോയ വഴിയാണ്. ഇവിടെ ഒറ്റപ്പെട്ടൊരു കടയുണ്ട് കാട്ടിൻ്റെ ബോർഡറിൽ, അതിന് പേര് തന്നെ എന്താ പറയുക, ആനക്കട. രാത്രി പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു, ചെറിയ ലൈറ്റ് ഇട്ടിട്ട് ഒരാൾ മാത്രം നിൽക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി ഫേമസ് ആയിപ്പോൾ ബോർഡറിലിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ആന വരുന്നതാണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് നല്ല ധൈര്യമാണ്. പക്ഷേ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ, സ്പെഷ്യലാണ്, കപ്പ ബിരിയാണിയൊക്കെ കിട്ടും. ആനയുടെ പടമൊക്കെ വെച്ചിട്ട് ആനക്കടയുടെ പേര്. ആനക്കടയിലേക്ക് കയറും. ഇത് ബേസിലിൻ്റെ കടയാണിത്, ആനക്കട അല്ലേ? എങ്ങനെ ഈ പേരിടാൻ കാര്യം? എപ്പോഴും ആനയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സാണല്ലേ ഇപ്പോൾ? എന്തായാലും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കണ്ടു, ഈ വഴി പോയപ്പോഴാണ് കണ്ടത്. പിന്നെ വന്നിരുന്നു അല്ലേ? അവരിങ്ങോട്ട് നടന്ന് വന്നതായിരിക്കില്ല, ആ ഗ്രൂപ്പ് തന്നെ. വേറെയോ? ആണോ? എപ്പോഴും ആനയുടെ പ്രസൻസ് ഉള്ള ഏരിയ ആണിത്. എന്തായാലും ഇവിടെ തനി നാടനായിട്ടുള്ള ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്. ഏഷ്യാഡ് കാണാറുണ്ടോ സാധാരണ? ഇന്നില്ല, നാളെ ഉണ്ടല്ലേ? അതായത് കപ്പയും എല്ലും. വീക്കെൻഡാണ് അവർ കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തൊക്കെയാ, പിടിയും കോഴിയും ഉണ്ടാവും നാളെ, അതായത് സാറ്റർഡേ സൺഡേസ് ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ശനി ഞായറും വന്നാൽ. ആണോ? ആ ശരി, നിങ്ങൾക്കറിയാം എത്ര പേര് ഉണ്ടാവും അല്ലേ, ഗസ്റ്റ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ. പഴംപൊരി വിത്ത് ബീഫ് ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇനി കപ്പ ബിരിയാണിയാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി? ചിക്കൻ, ബീഫ് പെരട്ട, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ബീഫ് കറി, പിന്നെന്താ, പിന്നെ പൊറോട്ട ഉണ്ട് അല്ലേ, ചൂട് പൊറോട്ടയുണ്ട്. മീൻകറി ഉണ്ടോ? ഏത് മീനാ? അയല. ഓക്കെ, അപ്പോൾ ഒരു മീൻകറിയും കൂടി തന്നോളൂ, കുഴപ്പമില്ല. ഇത് കപ്പ ബിരിയാണിക്ക് ബീഫിൻ്റെ ഒരു കറി എടുക്കുന്നു. ഇവർ എളുപ്പത്തിന് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ, നല്ല ഫാസ്റ്റായിട്ട്. അതെ, ആൾക്കാർ വരുമ്പോൾ ഉടനെ അടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ബീഫിൻ്റെ ഒരു കറി ഓക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉടച്ച കപ്പയിൽ എന്തൊക്കെ ചേർത്താ ഉടച്ചിരിക്കുന്നത്? മഞ്ഞൾപ്പൊടി, ഉപ്പും കടുക് പൊട്ടിച്ച്. അത് സെറ്റാണ്, അതും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടെ ചാറ് ഒഴിക്കുന്നു. ഫാസ്റ്റ് കുക്കിംഗ് ആണ്, പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. ബീഫ് റെഡിയാണ്, കപ്പ റെഡിയാണെങ്കിൽ 1 മിനിറ്റ് പോലും വേണ്ട അല്ലേ? ഇനി ഉള്ളി അരിഞ്ഞിട്ട് തരുമല്ലേ, മറ്റേ സവാള? ആ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുരുമുളക് പൊടി എക്സ്ട്രാ ചേർക്കും. ഓക്കെ, നിങ്ങൾ കുരുമുളകിന്റെ നാട്ടിലല്ലേ? അടിപൊളി. പറമ്പിൽ നിന്ന് പറിച്ച് ഉണക്കിയ കുരുമുളക് പൊടിച്ച് വെക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നു ഫൈനൽ, അപ്പം നല്ല മണം. അങ്ങനെ കപ്പ ബിരിയാണി. അതിൻ്റെ മുകളിൽ കുറച്ച് ഇതെന്താ, ചീസോ? അല്ല, മുട്ട. ഓക്കെ, മുട്ട ചുരണ്ടിയത്, പിന്നെ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത്, സവാള, പിന്നെ ക്യാരറ്റ്. ഇതാണ് ഡെക്കറേഷൻ. അപ്പോൾ ബേസിലിൻ്റെ പെങ്ങളായത്. പിന്നെ വീട് തൊട്ട് താഴെയാണ്. പക്ഷെ കാട്ടിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ല അല്ലേ ഇവിടെ താമസിക്കുന്നതിന്? അത് വേണമല്ലോ. പിന്നെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ രാത്രി കട അടയ്ക്കുന്നതിന് മുമ്പ് ഇത് കഴുകിയൊക്കെ വെക്കുന്ന സമയമാണ് അല്ലേ? അപ്പൊ ആനയായിട്ട് സംസാരിച്ചോണ്ടാണ് പന്നിയുണ്ട്, ആനയും വരും അല്ലേ? പന്നി പക്ഷെ ഉപദ്രവിക്കും അല്ലേ? കാര്യം ഫെൻസിങ് ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ആനയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഭയങ്കര കൂട്ടാ. പക്ഷെ ആന ഇവർക്കൊരു പ്ലസ് പോയിന്റ് ആണ്. പേര് തന്നെ ആനക്കടയാണ്. ഗുണം കിട്ടി. കാര്യം ആനക്കട എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആഡഡ് അട്രാക്ഷൻ ആണ്. ആനയെ കൊണ്ട് നിവൃത്തിയായിട്ട് ഇപ്പൊ ആനയ്ക്ക് കമ്മീഷൻ കൊടുക്കണം. പറ്റില്ല, ആന വരണം എന്നാണ്. കച്ചവടം കിട്ടും. നന്നായി. അപ്പൊ തനി നാടൻ ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് ഇതെല്ലാം. ഇത് ഈ എന്താ പറയാ, ഈ സൈഡിലേക്ക്. ഓക്കെ, മാമലക്കണ്ടം എൻ റൂട്ടാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുമ്പോൾ എല്ലാം ഈ പാസ് ചെയ്ത് പോകുന്ന കാട്ട് വഴിയാണ്. ചാമപ്പാറ. ആനത് തൊട്ടപ്പുറത്തെ രാത്രി വന്ന് നിന്നേ. അപ്പോൾ ഇതൊരു നല്ല ക്യൂട്ടൊരു ജോയിൻ്റാണ് ഈ ഒരു കട. പേരും അങ്ങനെ തന്നെ, ആനക്കട. എന്ത് രസമല്ലേ? പുള്ളിക്ക് ഒരു പേടിയില്ല. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ലൈം ജ്യൂസ് ഉണ്ടോ? എനിക്കും വേണം. സോഡയാണോ? ഓക്കെ, സോഡ ഇട്ട ലൈം ജ്യൂസ്.
കപ്പ ബിരിയാണി, ചിക്കൻ കറി വിത്ത് പൊറോട്ട. പൊറോട്ടയ്ക്ക് എന്ത് സോഫ്റ്റ് അറിയോ? നല്ല കപ്പ ബിരിയാണി. ഇനി പഴംപൊരി ബീഫ്, നല്ല ചൂട് പഴംപൊരി. പഴം നല്ല പഴുക്കണം, എന്നാൽ മാത്രമേ പഴംപൊരി വിത്ത് ബീഫ് കോമ്പിനേഷൻ നന്നാവുള്ളൂ. നല്ല പഴുത്ത പഴം. പൊറോട്ട നമ്മുടെ മലയാളിയുടെ എന്താ പറയുക, ഒരു ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ മലയാളിയുടെ സംസ്ഥാന ഭക്ഷണം. സത്യം പറഞ്ഞാൽ റിസോർട്ടിൽ ചെന്നിട്ട് ലഞ്ച് കഴിക്കാനുള്ളതായെങ്കിലും ഇവിടെ വന്നപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല ചിക്കൻ കറി കേട്ടോ, അടിപൊളി ചിക്കൻ കറി, സോഫ്റ്റ് പൊറോട്ട. കിടിലൻ സംഭാരം ഉണ്ടോ? അപ്പോൾ ഒരു സംഭാരം കൂടെ തന്നോളൂ, എല്ലാം കൂടെ അവിയൽ പാകാവും. ഇത് നാടൻ കോഴിയാണോ? ചിക്കൻ കഴിച്ചപ്പോൾ എനിക്ക് നാടൻ കോഴിയുടെ ടേസ്റ്റ് തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല, വറുത്ത കോഴിയാണ്. അപ്പോൾ കുറച്ചുകൂടി ആ ഒരു ടെക്സ്ചർ കിട്ടും. ഇതാണ് ഇവിടുത്തെ അടിപൊളി മോര് സംഭാരം. ആഹാ, നിറച്ച് ഇഞ്ചിയും പച്ചമുളകും എല്ലാം. സംഭാരം സ്ട്രോ ആയിട്ട് കഴിക്കുന്ന എല്ലാവരും ഒരു പോസിറ്റീവ് വൈബായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ചുറ്റും കാടും പിന്നെ നല്ല നാട്ടുകാരും നല്ല നിഷ്കളങ്കരായ നല്ല ദേശവാസികൾ. അതാണ് ഈ മാമലക്കണ്ടം ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനാണിപ്പോൾ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, വീക്കെൻഡ് വൺ ഡേ ട്രിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവഴി വന്നാൽ ഇതുപോലെ ഇങ്ങനെ ഇത് മറക്കണ്ട കേട്ടോ. കാട് കഴിഞ്ഞ് വരുമ്പോൾ കാടിൻ്റെ എൻ്റെ ആനക്കട ചോദിച്ചാൽ മതി, കണ്ടുപിടിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ വരാം, റിസോർട്ടിൽ താമസിക്കാം. ഇഷ്ടംപോലെ ഹോം സ്റ്റേസും ഉണ്ട്. പക്ഷേ റിസോർട്ട് ഈസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, അതൊരു ലക്ഷറി തന്നെയാണ്. അങ്ങനെ ആനക്കടയിൽ നിന്നും തിരിച്ച് പോകുന്നു. ഇനി പ്ലാനൊന്നുമില്ല, ആസ് സച്ച് തിരിച്ച് പോവുക. റിസോർട്ടിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. താങ്ക് യു. അങ്ങനെ മാമലക്കണ്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ ഒട്ടും തന്നെ പൊല്യൂട്ടഡ് ആയിട്ടില്ല. അപ്പോൾ ഇതൊരു മലമേഖലയാണ്, നല്ല വനമേഖലയാണ്, എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു നേച്ചറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. പച്ചപ്പുമൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി അറിയാൻ പറ്റുന്നത്. നല്ല പച്ചപ്പായിരിക്കും, പിന്നെ വാട്ടർഫോൾസിലും എല്ലാ ജലസ്രോതസ്സുകളും നന്നായിട്ട് പോകുന്ന സമയമായിരിക്കും. ഇപ്പം സമ്മറാണ്, എന്നിട്ട് പോലും ഇത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സെയിൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്, കോതമംഗല രൂപതയുടെ മാമലക്കണ്ടം. ഇവിടെ തിരുകർമ്മങ്ങൾ നടക്കുന്ന ഞായർ, ശനി, മറ്റു ദിവസങ്ങളൊക്കെ ഉണ്ട്. കുർബാനയും നൊവേന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ട്. ഒരുപാട് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അത് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ പള്ളിയും ഉണ്ട്, പള്ളിക്കാരുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളിലും ഉള്ളവർ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ ഒരുപാട് നാഗരികതയൊന്നും തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത നല്ല നേച്ചറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഇവിടെ ടൂറിസം നല്ല രീതിയിൽ ബ്ലൂമായി വരുന്നുണ്ട്. ഹോം സ്റ്റേസ്, റിസോർട്ടുകളിലൊക്കെ വലിയ റിസോർട്ടുകൾ കുറവാണ്. ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട്, മരം. അതും ഒരു 2-3 months ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ട്. ഗംഭീരമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിയുടെ അടുത്താണ് ഇവിടുത്തെ ജീപ്പുകളുടെ ഒരു സ്റ്റാൻഡുണ്ട്. അവിടെ പോയാൽ നമുക്ക് ജീപ്പ് സഫാരിക്കൊക്കെ ഡയറക്റ്റായിട്ട് എടുക്കാം. ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. ചെല്ലപ്പൻ ചേട്ടൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ്റെ വൈഫായിട്ടോ ഇത് യാദൃശ്യമായിട്ട് കണ്ട്. എങ്ങോട്ട് എവിടെയെങ്കിലും പോവാണ്? അമ്പലത്തിൽ പോവാണ്. എന്തെടുക്കാൻ പോകണു? താലം എടുക്കാൻ പോവാണ്. ഓക്കെ, വൈഫായിട്ടോ. ചേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറി വെച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജീപ്പൊക്കെ കിടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മൾ കുട്ടമ്പുഴ വഴി വരികയാണെങ്കിൽ മാമലക്കണ്ടത്തിലേക്ക് കയറുന്ന എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. അതിനോട് ഒരു ലാൻഡ്മാർക്ക് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ അതിനോട് ചേർന്നാണ് ഇവിടുത്തെ ഈ ജീപ്പ് സ്റ്റാൻഡ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കുക. ജീപ്പ് സഫാരി കുറേ വാഹനങ്ങൾ ഓട്ടത്തിന് പോയിരിക്കുവാണ്.
ബാക്കി കുറച്ചുണ്ട്. ഇവിടെ കുറച്ച് 2-3-4 കടകളുണ്ട്, അടുത്ത് പള്ളിയുണ്ട്. ഇത് ചെറിയൊരു ടൗൺഷിപ്പ് പോലെ തോന്നും. ദിസ് ഇസ് ദ ജീപ്പ് സ്റ്റാൻഡ്. ഇവരാണ് ഇവിടെ എല്ലാം കൊണ്ട് നടക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പോയില്ലേ, അതേപോലെ നിങ്ങൾക്കും പോവാം. ഇപ്പോൾ മാമലക്കണ്ടം, എന്താ കൊയിനിപ്പാറ അല്ലേ, കൊയിനിപ്പാറ, കല്ലടി വാട്ടർഫാൾസ്, മുനിപ്പാറ, ഇങ്ങനെ എല്ലാ സ്ഥലവും കാണാം. രസമാണ്. അപ്പോൾ അവർക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്, അത് കൊടുത്താൽ മതി, അവർ കൊണ്ടുപോകും എല്ലാ സ്ഥലത്തും. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ നേരെ പോണത് മാമലക്കണ്ടം വഴി മൂന്നാർ പോണ റൂട്ടും കൂടിയാണ്. അങ്ങനെ അടിമാലി വഴി ഇങ്ങോട്ട് പോകും അല്ലേ, അതാണ് ദിസ് ഇസ് ഹൗ ഇസ് ട്രാവലിംഗ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ജീപ്പ് സഫാരിക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് വരാം. പോകുന്ന വഴി തന്നെയാണിത്, ബസ് റൂട്ടാണ്, ഇതുവഴിയാണ് വാഹനങ്ങളെല്ലാം പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കുട്ടി ഷോപ്സ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങൾ, സ്പൈസസ് കട എല്ലാം ഉണ്ട് ഇവിടെ. കുഞ്ഞു ടൗൺഷിപ്പുകളാണ്. നമുക്ക് ആ ഒരു നൊസ്റ്റു ഫീലാണ് ശരിക്കും ഒരു മലമ്പ്രദേശത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകൾ പോലെ പള്ളിയും ആൾക്കാരും, നല്ല രസമുള്ളൊരു ആംബിയൻസാണ്. ഓക്കെ, വാർഡ് മെമ്പറെ കിട്ടി പോരെ, എന്തോ വേണം. വാർഡ് മെമ്പർ വന്നിട്ടുണ്ട്, ചേട്ടൻ കൊണ്ടുവന്നല്ലേ, നമസ്കാരം. വാർഡ് മെമ്പറാണ് കേട്ടോ, ഇവരുടെ പ്രധാന ആളാണ്. മാമലക്കണ്ടം 10ാം വാർഡ്. ടൂറിസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേരെന്തായിരുന്നു പറഞ്ഞത്? സൽമ പരീദ്. വാർഡ് മെമ്പർ ഒരുപാട് കാര്യങ്ങൾ ടൂറിസത്തിന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ കടയാണിത്, ഇത് അല്ലേ, നക്ഷത്ര. ഇവിടെ വന്നാൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, എല്ലാം റെഡിയാണ്, ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്നതാണ് എല്ലാം. നല്ല ഹോംലി ഫുഡ്, ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാം കഴിക്കാം. എന്തായാലും രസമുള്ള സ്ഥലം കേട്ടോ, നല്ല രസമാണ്. ഇപ്പോൾ കണ്ടതിൽ സന്തോഷം. ഓക്കെ, ചേട്ടനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചോട്ട് വന്നതല്ലേ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഒന്ന് വീടിൻ്റെ അവിടെ ഒന്ന് കയറി വെച്ച് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ പോവാം. ഓക്കെ, പോയിട്ട് വരട്ടെ. അങ്ങനെ മരം റിസോർട്ടിലെ സ്റ്റേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്തുള്ള സൈറ്റ് സീയിങ്ങും ജീപ്പ് സഫാരിയും എല്ലാം ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്നിട്ട് ഇനി റിലാക്സേഷൻ എന്താണെന്നറിയാമല്ലോ, ഇവിടെ ജക്കൂസി ഉണ്ട്, ഈ ഓപ്പൺ എയർ ബാൽക്കണിയിലാണിത്. അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങാൻ പോകണം. നല്ല ഫോം ബാത്തൊക്കെ സെറ്റാണ്, റെഡി ആയിരിക്കണം, അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇനി നേരെ നമ്മുടെ ജക്കൂസിലേക്ക് കയറുന്നു. റിലാക്സേഷൻ മൂഡ്. ഇത് നോക്കി ഓപ്പൺ, നമുക്ക് ആ കാടൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ എയർ കിടക്കുന്ന ഒരു ഫിനിഷിംഗ് ആണ് ടോട്ടലായിട്ട്. ഇത് തന്നെ ഓപ്പൺ ബാൽക്കണി. ഈ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ നോക്കിക്കോളൂ. ഓപ്പൺ എയർ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ, ഈവനിങ് ടൈം, സോ റിലാക്സിങ്, ഒരു രക്ഷയില്ല. ഭയങ്കര സൂത്തിങ് ആൻഡ് റിലാക്സിങ് ആണ്. നോക്കിയാൽ ജക്കൂസിൽ ഫോം ബാത്തൊക്കെ എടുത്തിങ്ങനെ മേലേക്ക് നോക്കിയാൽ എന്താ അറിയോ, മരങ്ങളൊക്കെ കാണാം. ദിസ് ഇസ് ആൻ ഓപ്പൺ എയർ ഏരിയ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, റിജുവിനേറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ശരിക്കും എന്ത് സന്തോഷമല്ലേ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രൈവസി ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ മാത്രം ഒരു ബാൽക്കണിയാണ്. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളൊക്കെ കാണാം, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മലനിരകൾ. ഇറ്റ്സ് എൻ ഓപ്പൺ ഏരിയ, ഒരു ഹാഫ് വേ ഓപ്പൺ ആണ്, പക്ഷെ വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ റിലാക്സ്ഡ് ആൻഡ് റിജുവിനേറ്റഡ്. എന്ത് രസം അറിയോ, ഈ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ജക്കൂസി വിത്ത് ഫോം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്വപ്നത്തിൽ മാത്രം കാണുന്ന കാര്യമാണ്. അതെല്ലാം നമുക്കിവിടെ എന്തായാലും ഈ മരം എന്ന് പറയുന്ന റിസോർട്ടിൽ അവൈലബിൾ ആണ്. എല്ലാ കോട്ടേജിലും ഉണ്ട് കേട്ടോ. അപ്സ്റ്റേഴ്സാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. നേരെ കാണുന്ന പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ. ഇപ്പം ഞാൻ തിരിച്ച് റൂമിൽ വന്നു, എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇതേ നോക്കിക്കോളൂ. ദിസ് ഈസ് ഹൗ, ഇത് വ്യൂ ആട്ടോ. ഇവിടെ ഇരുന്നാൽ ഈവനിങ്സൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് രസമല്ലേ, ചുമ്മാ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു. പുറത്തേക്ക് ഇറങ്ങാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ആ ഗ്ലാസിൻ്റെ അപ്പുറം ഇരുന്നാലും ഇത് തന്നെ വ്യൂ. ഇവിടെ ആണെങ്കിലും അതെ. ഇപ്പോൾ അപ്പുറത്തെ കോട്ടേജിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്നലെ ആരുമില്ലായിരുന്നു, ഇന്നിപ്പോൾ എല്ലാം 2-3 എണ്ണം ഫുള്ളാണ്. എല്ലാം ഇതുപോലെ തന്നെയാണ്.
ഒരു കോമൺ പൂൾ അവിടെയുണ്ട്. നല്ല ജക്കൂസി എല്ലാ കോട്ടേജിൻ്റെയും മേളിൽ അപ്സ്റ്റേഴ്സ്. നല്ല പ്രൈവസി ഉണ്ട്, നല്ല ഭക്ഷണം, നല്ല ഹോസ്പിറ്റാലിറ്റി ഓക്കെയാണ്. ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതിൻ്റെ പ്രാധാന്യം എന്താ അറിയോ? അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഈ ഒരു സ്ഥലത്തിന് ഇത്രയും പ്രാധാന്യം നേടിക്കൊടുത്തതും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തരംഗമായി മാറിയ ഒരു സ്ഥലമാണ് മാമലക്കണ്ടം. അതിന് ഉത്തരവാദിയായ സ്കൂളാണ് ഈ കാണുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം. എന്ത് ബ്യൂട്ടിഫുൾ ഒരു സെറ്റിംഗാണ് നോക്കിയേ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മലനിരകൾ. ഇത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇവർക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ, വാട്ടർഫോൾസ്. അവിടെ എല്ലാം ഇങ്ങനെ വാട്ടർ സോഴ്സ് ഭയങ്കരമായിട്ട് മഴക്കാലത്ത് ബാക്കിൽ നിന്ന് ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടാകും. വളരെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്കൂളാണ് അല്ലേ. ഇത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ്. പക്ഷേ ഒറ്റ ഡിവിഷനേ ഉള്ളൂ, ഓൺലി 1 ഡിവിഷൻ സ്കൂൾ. കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്കൂളുള്ള ദിവസമായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നല്ലോ. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കറങ്ങി ഇങ്ങനെ വന്നതാണ്. അപ്പോൾ മാമലക്കണ്ടം ഇത്രയും എങ്ങനെ ഫേമസ് ആയി എന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശത്തിനെ തന്നെ ഫേമസ് ആക്കിയ ഒരു സ്കൂളാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും മലനിരകളും സ്വന്തം വാട്ടർഫോൾസും. ഒരു പക്ഷേ ഒരു മഴക്കാലത്ത് ഞാൻ വീണ്ടും വരികയാണെങ്കിൽ ഞാൻ അന്നേരം ഈ എന്താ പറയുക, വാട്ടർഫോൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഈ സ്കൂൾ കാണിച്ചു തരാം. എന്തോ ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ മാമലക്കണ്ടം എന്നുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്ഡാണ്. അല്ലെങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു. പക്ഷേ ഒരു സ്കൂൾ വേണ്ടി ഒന്ന് ആളുകളിലേക്ക് കൂടുതൽ എത്താനായിട്ട് ഇപ്പോൾ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ജീപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് പോലെയുണ്ട്, ആൾക്കാർക്ക് ട്രിപ്പ് എടുക്കാം. ഈ സ്കൂൾ വളരെ യുണീക്കാണ് അല്ലേ. കാണുമ്പോൾ തന്നെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ സ്കൂൾസ് അധികം കാണാറില്ല. ഇത് വളരെ കുറച്ച് സ്റ്റുഡൻസ്, ഒരു ഡിവിഷൻ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സർക്കാരിൻ്റെയാണ്, സർക്കാർ സ്കൂൾ തന്നെയാണ്. രസകരമായൊരു ബാക്ക്ഗ്രൗണ്ടും. അങ്ങനെ മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്കൂളാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട്. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണിത് വന്നു കഴിഞ്ഞാൽ. ജീപ്പ് സഫാരിയിൽ ഇവിടെ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ടല്ലോ. അങ്ങനെ കറങ്ങുന്ന കൂട്ടത്തിൽ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്ത് ചെറിയ ചെറിയ പെട്ടിക്കടകളും ഡിമാൻഡ് അനുസരിച്ച് കുറേ ഉപ്പിലിട്ട കാര്യങ്ങൾ, കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. രസമാണ്. ഇത് ഒരു ഷോപ്പ്. ഇതാണ് കുമാരി എന്നാണ് ഈ ചേച്ചിയുടെ പേര്. ഇത് ചൂട് പഴംപൊരി എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതും ഉണ്ട് അല്ലേ, മുട്ട ബജി, പരിപ്പ് വട. അപ്പോൾ മാമലക്കണ്ടം വന്ന സ്കൂളും കാണാം, നല്ല നാടൻ പലഹാരങ്ങൾ കഴിക്കാം. ഓരോ കടയിൽ നിന്നൊന്ന് വാങ്ങിച്ച് നടക്കാം. ഇവിടെ എനിക്ക് നെല്ലിക്ക തരാമോ? ഉപ്പിട്ട കാര്യങ്ങളുണ്ട്, നല്ല രസമാണ്. നാച്ചുറൽ ഉള്ളി. നല്ല മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ആ കാന്താരിയുടെയൊക്കെ ടേസ്റ്റ്. ഞാനിങ്ങനെ ഇവിടെയുള്ള എല്ലാ കടയിലും കയറി ഒരു സാധനം വാങ്ങിക്കാം. അയ്യോ, എന്താണ് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടത്? ആ പഴംപൊരി ഒരെണ്ണം ഓൾറെഡി 2 എണ്ണമായി. അതും വാങ്ങിക്കാം. ഓക്കെ, ഒരെണ്ണം തന്നു. പഴംപൊരി എഗെയിൻ നന്നായിട്ടുണ്ട്. ഇവരെല്ലാം പഴംപൊരി ഗംഭീരമായിട്ടുണ്ടാക്കുന്നു. നല്ല പഴുത്ത പഴം, അതിൻ്റെ ഒരു ഗുണമുണ്ട്. എഗ് ബജി കുറേ ആയി കളക്ഷൻ. ഇവിടെ മോരും വെള്ളം കിട്ടും. പിന്നെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നറിയോ? കപ്പയും കാന്താരി ചമ്മന്തി കിട്ടും. ഇവിടുത്തെ എന്തോ വാങ്ങിക്കട്ടെ ഉപ്പിലിട്ടത്? പൈനാപ്പിളും മാങ്ങയും തന്നോളൂ. അപ്പോൾ എല്ലാ കടക്കാരനും മേടിച്ചു. ഇതെല്ലാം മാമലക്കണ്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇവരുടെ എല്ലാ ഷോപ്പ്. ഇത് കെമിക്കലൊന്നുമില്ല, അവർ വളരെ നാച്ചുറലായിട്ട് ഇടുന്ന ചുരുക്ക, അതായത് വിനാഗിരി ഒന്നും ചേർക്കില്ല. അച്ചമാങ്ങ ഉപ്പ് പിടിച്ച് വരുന്നേ ഉള്ളൂ. ആണല്ലേ? കുറച്ചേ ഉള്ളൂ. സാധാരണ നമ്മളങ്ങനെ ഉപ്പിലിടുന്ന അത്ര ഞാൻ ചേർക്കില്ല. ഈ വെയിലല്ലേ. അങ്ങനെ എൻ്റെ കളക്ഷൻ കൂടി വരുന്നു. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ റിസോർട്ടിൽ പോകണം. കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ വന്നാൽ മതി, കുഴപ്പമില്ല, കാറിലല്ലേ. ഓക്കെ. അങ്ങനെ മാമലക്കണ്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. അത് സ്മരം.
നല്ല ബ്യൂട്ടിഫുൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങിൽ നിന്നു. ഇതെന്തായാലും രസം, ഒരു സ്വപ്നം പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ. ഞാൻ ഒരുപാട് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ആഗ്രഹവും സാധിച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ മരം റിസോർട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നു മരം എന്നുള്ള ഈ ബ്യൂട്ടിഫുൾ റിസോർട്ടിൽ നിന്നും. അപ്പോൾ താഴെ പോയി യാത്ര പറഞ്ഞിട്ട് പോകാം. മരം എന്നുള്ള ഈ ബ്യൂട്ടിഫുൾ റിസോർട്ടിൽ നിന്നും പോകാൻ സമയമായി. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഇത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ഈ കൂടുതൽ 2 ദിവസമെങ്കിലും നിൽക്കണമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഒരു ഹറിബറിയിലാണ് ഞാൻ വന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആതിരപ്പള്ളി ഭാഗത്തേക്ക് പോവാണ്, ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കര ഒരു വനമേഖലയുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ജീപ്പൊക്കെ തന്നെയാണ്, ഓഫ് റോഡ് അകത്ത് കാട്ടിനകത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ IBയിൽ നിന്ന് താമസിക്കാൻ പോകണം, ഫോറസ്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂറെങ്കിലും വേണം ട്രാവലിംഗ് ടൈം. അപ്പോൾ കീ എല്ലാം കൊടുത്തിട്ട് യാത്ര പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ സമയമാകുന്നു. സത്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകാനേ മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത്രയും നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഫ്രണ്ട് ഓഫീസ് അഭിജിത്ത് ആൻഡ് ഓപ്പറേഷൻസ് മാനേജർ കിരണിൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. ഇവരിവിടെ തന്നെ താമസിക്കുന്നു. എല്ലാവരും മീറ്റ് ചെയ്തു. അപ്പോൾ വളരെ സന്തോഷം, വെരി ഹോംലി. പിന്നെ തിരക്കൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. 2-3 റൂംസൊക്കെ ഫില്ലായി കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് പ്രയോജനമായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, എല്ലാ ഹോസ്പിറ്റാലിറ്റിയും തന്നിരുന്നു. വളരെ സന്തോഷം. ജീപ്പിൽ ഫുൾ കറക്കമായിരുന്നു, പിന്നെ പറയേണ്ട കാര്യമില്ല. അഖിൽ ഒരു എക്സ്പേർട്ടാണ് കേട്ടോ ജീപ്പ്. നിങ്ങൾക്ക് നല്ലൊരു അസറ്റാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും വരാം. ഓക്കെ, ഒരു മഴക്കാലത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു സമ്മറാണ്, സത്യമായത് ഒരു റോങ് ടൈം ആയിരുന്നു. മഴക്കാലമാണ് വരുന്നത്. നിങ്ങൾ വരാണെങ്കിൽ ശരിക്കും മൺസൂൺ ചൂസ് ചെയ്യുക, നല്ലതായിരിക്കും, ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ ഒരു മഞ്ഞുകാലം ആയാലും കുഴപ്പമില്ല അല്ലേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതൊക്കെ നല്ലതായിരിക്കും. വാട്ടർഫാൾസും കൂടി. അതെ, എനിക്കിന്ന് വാട്ടർഫാൾസിൽ പോകാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. എങ്കിൽ ഇതിനടുത്ത് 2-3 ഫാൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇറങ്ങട്ടെ. ഇനി തിരിച്ചൊരു അടുത്ത കാട്ടിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ഓൾ.